ഹായ് ഗേസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. ഇന്ന് കാർ ഗാരേജ് വന്നിരിക്കുന്നത് ഭയങ്കര സന്തോഷമായിട്ടാണ് കേട്ടോ. കാർ ഗാരേജയുടെ 3ാമത്തെ ഷോറൂം, 4ാമത്തെ ഒരു സംരംഭമാണ് ഈ തുടങ്ങാൻ പോണത്. അപ്പോൾ അതിൽ നമ്മളെ വെഞ്ചരിക്കാനായിട്ട് ഫാദർ വിൽസൺ, നമ്മുടെ കാക്കുൾശ്ശേരി ഇടവക അച്ഛൻ വന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ കുഞ്ഞുവാവിയാണ് റിബൺ കട്ട് ചെയ്യണത്. അതേപോലെ ശ്രീത്തേടെ നമ്മുടെ വാർഡ് മെമ്പറും ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ മുരിയാട് വാർഡ് മെമ്പറും ഇവിടെ ഉണ്ട്. അപ്പോൾ കാർ ഗാരേജയുടെ 3ാമത്തെ ഗ്യാരേജാണിത്. 4ാമത്തെ സംരംഭം അത് ഓപ്പൺ ചെയ്യണേ. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവിടെ കിടക്കുന്ന ആ ഒരു വണ്ടി ഞങ്ങൾ ഇപ്പോൾ വാങ്ങിയ ഒരു വണ്ടിയാണ്. അപ്പോൾ ആ കാര്യം നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു. എല്ലാവരോടും കസ്റ്റമറുടെ വണ്ടി എന്ന് പറഞ്ഞ്, അപ്പോൾ അത് നമ്മൾ വാങ്ങിയ ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതും ഒരു സന്തോഷമായിട്ട് പറയണ്. അപ്പോൾ ജിസീനാണ് അതിൻ്റെ ആള്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഇതിലേക്ക് നമ്മൾ സേറ അതിൻ്റെ റിബൺ കട്ട് ചെയ്ത് നമ്മളകത്തേക്ക് കയറുന്നു. മാസത്തിനിടയിൽ 2ാമത്തെ ഇതാണ് ഞാൻ വെഞ്ചരിക്കാൻ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ്. ഇതുപോലെ കൂട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ വളരാൻ കഴിയുമെന്നുള്ളത് മാതൃകയാണ്. എല്ലാവർക്കും എന്താ പറയുക, എല്ലാ വിജയാശംസകളും. കാർ ഗാരേജ് ഓട്ടോമോട്ടീവ് എന്ന് പറഞ്ഞിട്ട് മുരിയാട് തുടങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ ഓപ്പണിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം കണ്ടിരിക്കുക, അതിൻ്റെ വെഞ്ചിരിപ്പും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് വെഞ്ചിരിപ്പിന് മുമ്പ് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ആരും വന്നിട്ടില്ല, വരാൻ പോകുന്നുള്ളൂ. ഇപ്പോൾ സമയം 3:30 ആയിട്ടുണ്ട്. 5 മണിക്ക് തന്നെ ഇതിൻ്റെ ഓപ്പണിങ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോറൂം വരുന്നത്. ഗാരേജ്, ബോഡി ഷോപ്പ്, അതായത് പെയിൻറ്റിങ്, പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, ഫേസ് ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ഗാരേജ്, സെറാമിക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഗാരേജ്. സെറാമിക്കിൻ്റെ യൂണിറ്റിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് എല്ലാവർക്കും സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് ഇത്. കാർ ഗാരേജ്, അതായത് നമ്മൾ എടുത്തേണ ഒരു വണ്ടിയാണ്. മാഗ്നറ്റ്, നിസാൻ മാഗ്നറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടി. അപ്പോൾ ഇതെടുത്തിട്ട് കുറച്ച് നാളായിരുന്നു. അപ്പോൾ അതുമ്പോൾ ബമ്പറ് കാര്യങ്ങളൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ വരുത്തി ഞങ്ങൾ ഗാരേജിൽ കൊണ്ടുവന്ന ശേഷം പിയാനോ ബ്ലാക്ക് അടിച്ചു. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് DRL വരുന്ന, അതേപോലെ തന്നെ LED വരുന്ന ഈ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇവിടെ ഒരു DRL സെറ്റ് ചെയ്തു. അലോയ് വീലും കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലൊക്കെ വരുത്തി. അപ്പോൾ ഇതിൻ്റെ ഈ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ സീറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് എന്തായാലും വരുന്നതാണ്. ഓക്കെ, ഇത് സർപ്രൈസാണ് കേട്ടോ. ആർക്കറിയില്ല ഈ വണ്ടി വാങ്ങിയെന്നുള്ള കാര്യം. അപ്പോൾ അത് അവർ വരുന്നതിന് ശേഷം നമ്മൾ പറയും. അപ്പോൾ അതും ഒരു സന്തോഷം. അതേപോലെ തന്നെ ഇത് നമ്മുടെ വാഷിംഗ് ചെയ്യാനുള്ള ഒരു ഏരിയ ആയിട്ട് നമ്മൾ ഇട്ടിരിക്കുന്നു. ഇത് ഈ വാഷ് ചെയ്തതിന് ശേഷം ഇവിടെ സെറാമിക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബൂത്ത് ഉണ്ടാക്കണം. അതിൻ്റെ പണി ബാക്കിയാണ്. പക്ഷെ ഇന്ന് നമ്മളെ വെഞ്ചിരിപ്പ്, ഇന്ന് ജൂൺ 1-ാം തീയതിയാണ്. ഇന്ന് വെഞ്ചിരിപ്പ് നമ്മൾ തീർത്ത് പണികൾ ഓൾറെഡി ഇവിടെ 4 വണ്ടി പെയിൻറ്റിങ്ങിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പണികൾ നമ്മൾക്ക് തുടങ്ങേണ്ടതായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗാരേജ് വന്നത്. ഒറ്റ ടൈമിൽ 6 വണ്ടി വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. 6 വണ്ടി നമ്മൾക്ക് ഒറ്റ ടൈമിൽ ഇവിടെ ഇട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അത് കൂടാണ്ട് 2 വണ്ടി പുറത്തിട്ടിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. വർക്ക് ചെയ്യണതിൻ്റെ സ്പേസ് ആണ് കേട്ടോ പറഞ്ഞത്. വണ്ടി ഒരുപാടെണ്ണം കയറ്റാൻ പറ്റും. വർക്ക് ചെയ്യണതിൻ്റെ സ്പേസ്, ഒറ്റ ടൈമിൽ വർക്ക് ചെയ്യണതിൻ്റെ സ്പേസ്. ഇതാണ് നമ്മുടെ ബൂത്ത് വരുന്നത്. നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു ബൂത്താണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബൂത്താണ്. ഫിൽറ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എക്സോസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു 10-30ഓളം ട്യൂബ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ബൂത്ത് ഇവിടെ സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അതിന് എയർ ഫിൽറ്ററും എയറിന് വെള്ളം വരാണ്ടിരിക്കാനുള്ള ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബൂത്ത് വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ബൂത്താണ്. നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിന് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബൂത്തും കാര്യങ്ങളൊക്കെയാണ് ഇത്. പിന്നെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ പാച്ച് വർക്ക് ഡെൻറ്റിങ് ഒക്കെ ചെയ്യാമെന്നാണ് ആദ്യം ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ വർക്ക് എങ്ങനെയാണ് പോകുന്നത് അതിനനുസരിച്ച് ചില വ്യത്യാസങ്ങളൊക്കെ വരുത്താം. ഇത് നമ്മളുടെ ടൂൾസ് റൂമാണ്.
ടൂൾസ് റൂം സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. റാക്കിൽ അത്യാവശ്യം വേണ്ടുന്നതായിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ സാൻഡിങ് മെഷീൻ കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം ഡ്രില്ല്, ഗ്രൈൻഡർ, അതേപോലെ ഇതേപോലെ വീലൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇമ്പാക്ട് റേഞ്ച് കാര്യങ്ങൾ, നെറ്റ് ബോൾട്ടുകൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു റൂമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇന്നലെ പെയിൻ്റ് അടിച്ചതിൻ്റെ കുറച്ച് പെയിൻറ്റിങ് സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് മാറ്റണം. അപ്പോൾ ഈ റൂം ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ നമ്മളുടെ നോട്ടീസ് ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വേറൊന്നുമല്ല, ജോബ് കാർഡും കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ വർക്ക് ഡീറ്റെയിലൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മുടെ ഓഫീസാണ്. ഓഫീസിൻ്റെ പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ബലൂണൊക്കെ വീർപ്പിച്ചിട്ടണ രീതിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ. വർക്കേഴ്സ് വരുന്നുണ്ട്, അപ്പോൾ അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ചെയ്തിരിക്കുന്ന റൂമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഗ്യാരേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു റൂം വരുന്നുണ്ട്. ഞങ്ങോട്ട് പോകണില്ല, കാരണം ഇപ്പോൾ അത് മൊത്തം നിറച്ച് സ്ക്രാപ്പ് നിറച്ചിരിക്കുകയാണ്. അതായത് വർക്ക് ചെയ്തതിൻ്റെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ നിറച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഇപ്പുറത്ത് റൂം വരുന്നുണ്ട്. ഇത് നമുക്ക് സ്റ്റോർ റൂമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റൂമും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ബാക്കിലൊരു ഓപ്പൺ വരുന്നുണ്ട്. ഇതിൽ ഒരു വലിയ ഡോറുണ്ട്. ഇതിൻ്റെ ഓപ്പണിങ്ങിൽ ഇവിടെ വരുന്നത് അത്യാവശ്യം ബാസ്ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടിടാന്നുള്ള രീതിയിൽ. പിന്നെ അങ്ങോട്ട് മേലേക്ക് നോക്കണമെങ്കിൽ റബ്ബറും തോട്ടം കാര്യങ്ങളൊക്കെയാണ്, ഒരു കിണറുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇന്ന് 5 മണിക്കാണ് ഇതിൻ്റെ ഓപ്പണിങ്. ഇപ്പോൾ സമയം 3:45 അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ആൾക്കാരൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ ഇന്ന് 5 മണിക്ക് കാർജേജ് ഓട്ടോമോട്ടീവ് എന്ന് പറയുന്ന ഗ്യാരേജിൻ്റെ ഉദ്ഘാടനം, 3ാമത്തെ ഗ്യാരേജാണ്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. എൻ്റെ അനിയൻ ജിസ്വിൻ, അതേപോലെ തന്നെ ഞാൻ, 2 ആളും കൂടിയാണ് ഈ ഒരു ഗ്യാരേജ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പണിങ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇനി അടുത്തത് നിങ്ങൾ കാണാൻ പോണത്. അത് ആദ്യം കാണിക്കുന്ന ഫസ്റ്റ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇടാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഗ്യാരേജും കാര്യങ്ങളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ വർക്കൊക്കെ തുടങ്ങിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി വരുന്നതാണ്. ഇവിടെ ഇനിയിപ്പോൾ അത്യാവശ്യം ലൈറ്റിൻ്റെയൊക്കെ കുറവ് 2 ഗ്യാരേജുകളിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാക്സിമം ഈ ഒരു ഗ്യാരേജിൽ പരിഹരിച്ചിട്ടുണ്ട്, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, പണിയുടെ അല്ല, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മുടെ ട്രോളി സ്റ്റാൻഡ്, ഇതാണ് അത്യാവശ്യം വേണ്ടുന്ന ഒരു സാധനമാണ്. ഈ ഒരു ട്യൂബ് ലൈറ്റും അതേപോലെ ഒരു സ്വിച്ച് ബോർഡും വണ്ടിയുടെ അടുത്ത് പോയി വർക്ക് ചെയ്യുന്ന രീതിയിൽ അത്യാവശ്യം വയർ ലെങ്ത്തൊക്കെ ഇട്ട് അങ്ങനെയുള്ള കുറവുകളൊക്കെ നികത്തിയിട്ട് വന്നിരിക്കുന്ന ഒരു ഗ്യാരേജാണ് ഈ ഒരു ഗ്യാരേജ്. അപ്പോൾ കാർജേജ് മുരിയാടുള്ള ഗ്യാരേജ് പുതിയത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.